إذا دعا أمن يجيب المضطر إذا دعا അള്ളാഹുവിനോട് താണുകേണ് കരഞ്ഞ് ദുആ ചെയ്യുന്നവൻ അവൻ അല്ലാഹുവല്ലാതെ പിന്നെ ആരാണ് ഉത്തരം നൽകുന്നത്? നാട്ടാര് മുഴുവനും ദുആ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് വെള്ളത്തിന് ആവശ്യം തോന്നി, തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയം അല്ലാഹു ഉത്തരം നൽകുന്ന സമയമാണല്ലോ, അല്ലേ? രാത്രിയുടെ മൂന്നാമത്തെ സമയമായാൽ യൻസിലുല്ലാഹു തആല ഇല സമാഇൽ ഊലാ, ഒന്നാം ആകാശത്തേക്ക് അല്ലാഹു ഇറങ്ങുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അത്താഴ സമയമാകുമ്പോ ബാങ്ക് വിളിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പേ അത്താഴ സമയത്ത് അല്ലാഹു തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരികയും എന്നിട്ട് നമ്മോട് പറയാണ്, ഹൽ മിൻ സായിലിൻ, നിങ്ങൾക്ക് വല്ലതും ചോദിക്കാനുണ്ടോ? ഞാൻ തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? അപ്പൊ 2 ആൾ ചോദിച്ചു, പഠിച്ചോനെ വെള്ളം വേണം. അല്ലാഹു മഴ നൽകി. ആരും ചോദിച്ചില്ല, മഴ കിട്ടൂല. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകി വേദന്റെ സദസ്സിൽ ഉസ്താദുമാരിങ്ങനെ കരഞ്ഞിട്ട് വെള്ളം കിട്ടാൻ. അല്ലല്ല, ഇതിവരുടെ ദുആയാണ്. വയസ്സന്മാരായ വൃദ്ധന്മാരായ ആളുകൾ തഹജ്ജുദിന്റെ സമയങ്ങളിൽ കരഞ്ഞ് 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 റബ്ബിനോട് ചോദിച്ചപ്പോ അല്ലാഹു ആ ദുആഇനെ തട്ടിക്കളയൂല. അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദആ, അല്ലാഹുവിനോട് താണുകേണ് കരഞ്ഞ് ദുആ ചെയ്താൽ അല്ലാഹുവല്ലാതെ പിന്നെ ആരാണ് ഉത്തരം നൽകുന്നത്? ആ സമയത്താണ് ദുആക്ക് ഇജാബത്തുള്ളത്. അല്ലാഹു ഇനിയും ഇനിയും ഒരു കോരിച്ചൊരിയുന്ന മഴ നൽകുമാറാവട്ടെ. പക്ഷെ ഇനിയും കിട്ടണമെങ്കിൽ ശുക്ർ ചെയ്യണം. വഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ ശുക്ർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ തരാം. ഖുർആന്റെ വാഗ്ദാനല്ലേ? ഖുർആൻ പറഞ്ഞ വാഗ്ദാനല്ലേ? വഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ ശുക്ർ ചെയ്താൽ ഞാൻ കൂടുതൽ തരാം. മഴ വന്നപ്പോഴുള്ള ശുക്ർ എന്താ? അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന് 2 റക്അത്ത് കൂടുതൽ നിസ്കരിക്കുക ശുക്റാണ്. ഈ ശുക്ർ നമ്മൾ എല്ലാവരും ചെയ്താലോ ഇന്നും മഴ കിട്ടും, നാളെയും മഴ കിട്ടും, മറ്റന്നാളും കിട്ടും. ലഅസീദന്നകും, നിങ്ങൾക്ക് ഞാൻ കൂടുതൽ തരാമെന്ന് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. പക്ഷേ നിങ്ങൾ ശുക്ർ ചെയ്യണം. നമ്മൾ ഒരു അൽഹംദുലില്ലാഹ് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. മഴ കിട്ടാതെ കഷ്ടപ്പെട്ടിട്ട് നല്ല കോരിച്ചൊറിയുന്ന മഴ വന്നിട്ട് അൽഹംദുലില്ലാഹ് പോലും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ പറയാ അല്ലാഹ് മഴ തരുന്നില്ല. ആരുടേതാ കുറ്റം? ആരുടേതാ? നമ്മളതല്ലേ? നമ്മളല്ല കുറ്റക്കാർ, നമ്മൾ തന്നെയാണ്. വഇൻ കഫർതും, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്യാതെ കുഫ്ർ ചെയ്താൽ അള്ളാഹുവിന്റെ ശിക്ഷ ഭയാനകമാണെന്ന താക്കീതും അള്ളാഹു നൽകുന്നുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു ചോദിക്കുകയാണ്, ഞാൻ നിന്നോട് വെള്ളം ചോദിച്ചപ്പോ നീ എനിക്ക് വെള്ളം തന്നോ? നീ വെള്ളം തരേ, നീ എന്നോട് വെള്ളം ചോദിക്കുകയെ, നീയല്ലേ മഴ നൽകുന്നത്? അല്ല. അപ്പുറത്തെ വീട്ടിലുള്ള അയൽവാസിയുടെ കിണർ പറ്റിയപ്പോ നിന്റെ കിണറിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ടായിട്ട് ആ വീട്ടുകാർക്ക് വെള്ളം കൊടുക്കാൻ നീ തയ്യാറായിട്ടുണ്ടോ? നീ പിശുക്കി വെച്ചു അല്ലേ? നീ പിശുക്കി വെച്ചു. വേനൽക്കാലം മെയ് മാസം വരെ എനിക്ക് വെള്ളം വേണമെന്ന ആഗ്രഹത്തോടെ കുടിക്കാൻ പോലും വെള്ളം നൽകാതെ പിശുക്കി വെച്ചില്ലേ? നീ എങ്ങാനും അയൽവാസിക്ക് വെള്ളം കൊടുത്തിരുന്നുവെങ്കിൽ അവിടെ നിനക്ക് എന്നെ കണ്ടെത്താമായിരുന്നു എന്ന് അല്ലാഹു നാളെ പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എവിടെയൊക്കെയാണോ പാവങ്ങളുള്ളത്, എവിടെയൊക്കെയാണോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുള്ളവർ, എവിടെയൊക്കെയാണോ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരുള്ളത്, അവിടെയൊക്കെ സർവശക്തനായ അല്ലാഹു ഉണ്ട്. അവരെ സഹായിക്കുമ്പോഴാണ് തഹജ്ജുദ് നിസ്കരിക്കുന്നതിനേക്കാളും വലിയ പ്രതിഫലം അല്ലാഹു തരുന്നത്. അതാണ് നമ്മൾ ചർച്ച ചെയ്ത ഹദീസിന്റെ ബാക്കി നമ്മോട് പറഞ്ഞു തരുന്നത്. ഔ തഖ്ളീ അൻഹു ദൈനാ അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലേതാണ്? അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ഔ തഖ്ളീ അൻഹു ദൈനാ, മറ്റൊരാളുടെ കടം കൊടുത്തു വീട്ടാൻ നീ സഹായിച്ചാൽ വീട് ജപ്തി ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ബാങ്കുകാര് വന്ന് നാളെ വീട് പൂട്ടിവെച്ച് ആളുകളെ വീട്ടിൽ നിന്ന് ആട്ടിയിറക്കാൻ പോകുമ്പോ നാട്ടുകാരായ ചെറുപ്പക്കാരെല്ലാം ഒരുമിച്ചുകൂടി ബാങ്കിന് നൽകേണ്ട 3 ലക്ഷം രൂപ സ്വരൂപിച്ചിട്ട് ബാങ്കിന് നൽകി. അൽഹംദുലില്ലാഹ്, നിങ്ങൾ ചെയ്തത് അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമലാണ്. ഔ തഖ്ളീ അൻഹു ദൈനാ, കടം കൊടുത്തു വിട്ടാൻ നിങ്ങൾ തയ്യാറായാൽ. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, വല അൻ അംശിയ മഅഖിൻ ഫീ ഹാജ, കഷ്ടപ്പാട് അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരാളുടെ കൂടെ നടക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അഹബ്ബു ഇലയ്യ മിൻ അഅ്തകിഫ ഫീ ഹാദൽ മസ്ജിദി, യഅനി മസ്ജിദൻ നബവി മസ്ജിദൽ മദീന. ഒരു റക്അത്തിന് 1000 റക്അത്തിന്റെ പ്രതിഫലമുള്ള മസ്ജിദുൻ നബവി, അല്ലേ? ഒരു റക്അത്തിന്
1000 റക്അത്തിന്റെ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1000 റക്അത്തിന്റെ പ്രതിഫലമുള്ള മസ്ജിദുൻ നബവി, ആ മസ്ജിദുൻ നബവിയിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പള്ളിയിൽ ഇത്തികാഫ് ഒരു മാസം ഇരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം പാവങ്ങളായ ആളുകളെ സഹായിക്കാൻ വേണ്ടി വീട് വിട്ടിറങ്ങലാണ്. കുറെ ആളുകൾ പള്ളിയിൽ ഇങ്ങനെ ഇത്തികാഫ് ഇരുന്നിട്ട് തസ്ബീഹ് മാല പിടിച്ചിട്ട് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്, നാട്ടിൽ പാവങ്ങളുണ്ട്, സഹായിക്കാനൊന്നും നിന്നില്ല. എന്നാൽ കുറച്ച് ചെറുപ്പക്കാരോ അവരുടെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല, അവർ സമയാകുമ്പോ ഫർളും ദുഹറും അസ്റൊക്കെ നിസ്കരിക്കുന്നുണ്ട്. പിന്നെ അവരുടെ ഉദ്ദേശം എന്താ? നാട്ടിൽ പാവങ്ങളെ സഹായിക്കണം. നാട്ടുകാരുടെയൊക്കെ പിരിവൊക്കെ നടത്തിയിട്ട് സഹായിച്ചു. നിങ്ങൾ വിചാരിക്കണ്ട പള്ളിയിൽ ഇത്തികാഫ് ഇരുന്നിട്ട് തസ്ബീഹ് ചൊല്ലും സ്വർഗത്തിലെത്തും. എന്നാൽ ഇവരെക്കാളും മുമ്പ് സ്വർഗത്തിലെത്തിയ ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാരെ, ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പിന്നെ ഉസ്താദ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനി നമുക്ക് സ്വർഗം ഉറപ്പാണ്, അങ്ങനെ വിചാരിച്ചിട്ട് എന്താ ചെയ്യാൻ നിൽക്കണ്ട, തെറ്റ് ചെയ്യാൻ നിൽക്കണ്ട. വിചാരത്തിൽ നിന്ന് മാറണം, ഹറാമിൽ നിന്ന് മാറണം, തിന്മയിൽ നിന്ന് മാറണം. മഹാനായ സഹ്ൽ ഇബ്നു അബ്ദില്ലാഹ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ചെറിയ കുട്ടിയുടെ കഥ നമ്മൾ മറന്നുപോകരുത്. എന്റെ ചെറുപ്പക്കാരോട് ഇന്ന് നൽകാനുള്ള ഉപദേശം, ഇന്ന് നൽകാനുള്ള സന്ദേശം അതാണ്. ചെറുപ്പക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇന്ന് നൽകാനുള്ള സന്ദേശം അതാണ്. സഹ്ൽ ഇബ്നു അബ്ദില്ലാഹ് എന്ന് പറയുന്ന ചെറിയ കുട്ടി, 3 വയസ്സുള്ള കുട്ടി, രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ശബ്ദം കേട്ട് ഉണരുമ്പോൾ തന്റെ അമ്മാവൻ രാത്രി തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. തന്റെ അമ്മാവൻ തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. അമ്മാവൻ ഇങ്ങനെ നോക്കി നിൽക്കും. 3 വയസ്സുള്ള കുട്ടി രാത്രി എണീറ്റിട്ട് ബെഡിലിരുന്നിട്ട് കട്ടിലിൽ ഇരുന്നിട്ട് ഇങ്ങനെ നിസ്കരിക്കുന്നത് നോക്കും. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ അമ്മാവൻ ഇങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുന്നത് തന്റെ പൊന്നുമോൻ, തന്റെ പെങ്ങളുടെ മകൻ നോക്കുന്നത് കണ്ടപ്പോഴാണ് ആ അമ്മാവൻ പറഞ്ഞു കൊടുക്കുന്നത്, അല്ലാഹുവിന് വേണ്ടി ഒരു ദിക്ർ ചൊല്ലിക്കൂടെ, അല്ലാഹുവിന് വേണ്ടി ഒരു ദിക്ർ ചൊല്ലിക്കൂടെ. എന്താണ് ആ ദിക്ർ എന്നറിയോ? അല്ലാഹു ഹാലിരി, അല്ലാഹു നാലിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. പൊന്നുമോനെ, ഇനി ഉറങ്ങാൻ കിടക്കുമ്പോ നിന്റെ മനസ്സുകൊണ്ട് ഈ ദിക്ർ 3 തവണ എല്ലാ ദിവസവും ചൊല്ലണേ. 3 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടിയോടാണ് അമ്മാവൻ പറയുന്നത്. ഇങ്ങനെയാണ് ഉപ്പമാരെ മക്കൾ കാണേണ്ടത്. സിനിമ കാണുന്ന ഉമ്മയെയല്ല വീട്ടിലുള്ള മക്കൾ കാണേണ്ടത്. കളി കാണുന്ന ഉപ്പയെയല്ല വീട്ടിലുള്ള മക്കൾ കാണേണ്ടത്. രാത്രി എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മമാരെ മക്കൾ കണ്ടാൽ ആ മക്കൾ വഴികേടിലാവൂല. രാത്രി എണീറ്റ് ഖുർആൻ ഓതുന്ന ഉപ്പമാരെ മക്കൾ കണ്ടാൽ ആ മക്കൾ വഴികേടിലാവൂല. ഇന്നത്തെ മക്കൾ കാണുന്നത് സിനിമ കാണുന്ന ഉപ്പയെ, സീരിയല് കാണുന്ന ഉമ്മയെ, കളി കാണുന്ന ആങ്ങളമാരെ, ജ്യേഷ്ഠന്മാരെ, ഇതല്ലേ നമ്മുടെ മക്കൾ കാണുന്നത്. എന്നാൽ പഴയ കാലത്തുള്ള പിഞ്ചോമന മക്കൾ കണ്ടത് രാത്രി എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന അമ്മാവനെയാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മയെയാണ്. അപ്പോഴാണ് അമ്മാവൻ പറയുന്നത്, സഹലേ, അല്ലാഹുവിലേക്ക് അടുക്കേണ്ട സഹലേ, അടുക്കണം. എന്താണ് ചെയ്യേണ്ടത്? എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോ, രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ 3 തവണ അല്ലാഹു ഹാലിരി, അല്ലാഹു എന്റെ അടുത്ത് തന്നെയുണ്ട്, അല്ലാഹു നാലിരി, അല്ലാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാഹു മഈ, അല്ലാഹു എന്റെ കൂടെ തന്നെയുണ്ട് എന്നുള്ള ദിക്ർ 3 തവണ ഹൃദയം കൊണ്ട് ചെല്ലണം, നാവ് കൊണ്ടല്ല. 3 വയസ്സുള്ള കുട്ടി അതുകൊണ്ട് ചെല്ലാൻ തുടങ്ങി. 3 വയസ്സുള്ള കുട്ടി ഹൃദയം കൊണ്ട് ചെല്ലാൻ തുടങ്ങി. 1 മാസം ചെല്ലിയപ്പോ, 1 വർഷം ചെല്ലിയപ്പോഴേക്കും ആ കുട്ടിക്ക് വല്ലാത്ത മാധുര്യം ലഭിക്കാൻ തുടങ്ങി. ഇതിൽ വല്ലാത്തൊരു ആനന്ദം ലഭിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അമ്മാവൻ പറയുന്നത്, ഇനിയൊരു 11 തവണ ചെല്ലണം ഉറങ്ങാൻ കിടക്കുമ്പോ. എല്ലാ ദിവസവും 11 തവണ ചെല്ലണം. അല്ലാഹു മഈ, അല്ലാഹു എന്റെ കൂടെ തന്നെയുണ്ട്, അല്ലാഹു നാലിരി, അല്ലാഹു എന്നെ നോക്കുന്നുണ്ട്. CC ക്യാമറകൾ നമ്മളെ വീക്ഷിക്കുന്നത് പോലെ ഏതെങ്കിലും ടെക്സ്റ്റൈൽസുകളിൽ ജോലി ചെയ്യുന്ന, മാളുകളിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരാ, CC ക്യാമറകൾ കാണുമ്പോ നമ്മൾ നന്നാവാറുണ്ടല്ലോ. ആ CC ക്യാമറയെക്കാളും മുമ്പ് അല്ലാഹുവിന്റെ ഒരു ക്യാമറ നമ്മളിലേക്ക് തിരിച്ചു വെച്ചിട്ടുണ്ട്. CC ക്യാമറയെ പേടിയാണ്, അള്ളാന്റെ ക്യാമറ പേടിയില്ല. അല്ലാഹു നാലിരി, അല്ലാഹു എന്നെ നോക്കുന്നുണ്ട്, അല്ലാഹു എന്നെ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധം നമ്മൾക്കുണ്ടാവണം. അല്ലാഹു ഷാഹിദി, ഞാൻ എന്ത് ചെയ്താലും എന്റെ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു സാക്ഷിയാണല്ലോ. ഇത് 11 തവണ ചെല്ലണം.
ഇത് 11 തവണ ചെല്ലാൻ തുടങ്ങിയപ്പോ ഫവജദ ഫീ ഖൽബി ഹലാവ, എന്റെ ഹൃദയത്തിൽ വല്ലാത്ത മാധുര്യം ലഭിക്കാൻ തുടങ്ങി. 6ാമത്തെ വയസ്സിൽ തന്നെ സൂഫിയായി മാറി. പിന്നെ 1 ദിർഹം കൊണ്ട് 11ാമത്തെ വയസ്സിലാണ് 1 ദിർഹം കൊണ്ട് 1 വർഷം അദ്ദേഹം 1 വർഷം ജീവിച്ചത്. 1 ദിർഹം കൊണ്ടാണ്. 1 ദിർഹം കൊണ്ട് 1 വർഷം ജീവിച്ചു. ലോകം കണ്ട മഹാനായ സൂഫി വര്യനായി സഹൽ ഇബ്നു അബ്ദില്ല എന്ന് പറയുന്ന കുട്ടി ഈ ലോകം കണ്ട സൂഫി വര്യനായി ആത്മീയ നേതാവായി മാറാനുള്ള കാരണം ചെറുപ്പകാലത്തിലെ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞതാണ്. ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണം. അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നുണ്ടല്ലോ, യാ റസൂലല്ലാഹ് മൽ ഇഹ്സാൻ, എന്താണ് നബിയെ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? അൽ ഇസ്ലാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? നബി തങ്ങൾ ഇസ്ലാം പറഞ്ഞു കൊടുത്തു. മൽ ഈമാൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ എന്ത്? പിന്നെയാണ് അടുത്ത ചോദ്യം വരുന്നത്.